നമസ്തേ. 2026 വിഷുഫലം. ചതയ നക്ഷത്രം. ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ കഴിഞ്ഞ വർഷത്തേക്കാളും ഇത്തിരി കൂടി മാറ്റമാണ് വരുന്നത്. അതായത് ഗുണങ്ങളും ദോഷങ്ങളും സമ്മിശ്രമായിട്ടുള്ള ഒരു ഗുണാനുഭവങ്ങളാണ് ഈ പ്രാവശ്യം വരുന്നത്. അപ്പം അതിൽ ദോഷങ്ങളാണ് ആധിക്യം കൂടുന്നത്. അപ്പോൾ ആധിക്യം കൂടുമ്പോൾ എന്താണ്, നമുക്ക് നമ്മുടെ സാമ്പത്തിക പുരോഗതി ഇത്രയും നാൾ ഇത്തിരി നല്ല രീതിയിൽ പോകുന്നത് പെട്ടെന്ന് അങ്ങോട്ട് ഒരു ബ്ലോക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അത് മനസ്സിലാക്കുക. അപ്പോൾ ദേഷ്യം വരിക, നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, സാമ്പത്തിക ഭാവം വളരെ പെട്ടെന്ന് പിന്നിലേക്ക് പോവുക. അതൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊരു ഇതുണ്ടാവും. അപ്പം അത് മനസ്സിലാക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഏഴരശനിയുടെ ഒരു ഭാവമുണ്ട്, 2ലെ ശനി. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ ധനത്തെ കൺട്രോൾ ചെയ്യുക. ധനം പെട്ടെന്ന് വരുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന ധനത്തെ വളരെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകണം. ചെലവുകൾ, വീട്ടിൽ എന്തെങ്കിലും ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വർഷം അത്രയ്ക്ക് അനുകൂലമായ ഒരു സമയമല്ല. അപ്പോൾ ഉള്ള ബിസിനസ്സിനെ നന്നായിട്ട് മാനേജ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ അവർ ഇപ്പം എങ്ങനെയാണോ പോകുന്നത്, ഇപ്പോൾ പെട്ടെന്നായിരിക്കും ഒരു ഹ്യൂജ് എമൗണ്ട് ഇറക്കി പിന്നെ വീണ്ടും നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാം എന്നൊന്നും ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട. അപ്പോൾ 6ലേക്ക് വ്യാഴം വരുമ്പോൾ പിന്നെ സാമ്പത്തികത്തിനേക്കാൾ ഉപരി നമുക്കിവിടെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാവും. നമ്മൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള പരാതികൾ വരും. പിന്നെ അതേപോലെ നമുക്ക് ശാരീരികമായുള്ള അസ്വസ്ഥതകൾ വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഭാവമാണ്. പല വിദേശത്തേക്കൊക്കെ പോയിട്ടുള്ള കുട്ടികളാണെങ്കിലും അവിടെയും നമുക്ക് മേലധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ചുറ്റുപാട് നമ്മുടെ കൂട്ടുകാരിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഇൻസൾട്ടിങ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഫീൽ ആവും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വർഷം നമുക്ക് വരുന്നത് എന്നറിയുമ്പോൾ നമ്മൾ അതിനായിട്ടുള്ളൊരു കാര്യങ്ങൾ എടുക്കുമല്ലോ. അതിന് നമുക്ക് നമ്മുടെ ഇപ്പോൾ വിദേശത്തോ അല്ലെങ്കിൽ പുറത്തൊക്കെ ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ വലിയവരാണെങ്കിലും നമുക്ക് സഹസ്രനാമം നമുക്ക് ചൊല്ലുക. സഹസ്രനാമം അല്ലെങ്കിലും 12 നാമങ്ങൾ ഒത്തുകൂടി നമുക്ക് വിഷ്ണുവിനെ ഭജിക്കാം. എപ്പോഴും നമുക്ക് ആ നാമങ്ങളിലൂടെ നമുക്ക് ഇങ്ങനെ രാവിലെയും വൈകിട്ടും ഉറങ്ങുമ്പോഴും എണീക്കുമ്പോഴും ഒക്കെ അത് ചൊല്ലുക. അതുപോലെ നമ്മുടെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴം പോവുകയും ചെയ്യും, 2ലെ ശനിയും നിൽക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാവുന്ന ദേഷ്യത്തിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തു പറയും. അത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും നമ്മുടെ വീട്ടിൽ തന്നെ പല ദോഷങ്ങളും നമുക്ക് വന്നു ചേരും. അത് മനസ്സിലാക്കിക്കൊണ്ട് വാക്കുകൾ വളരെ സൂക്ഷിക്കാം. പിന്നെ അവർക്ക് ഒരു എമൗണ്ടുകൾ, അതായത് ബിസിനസ്സിലൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹ്യൂജ് എമൗണ്ടൊക്കെ നമുക്ക് വരാം. പക്ഷെ അത് കൈകാര്യം ചെയ്യുന്ന രീതികൾക്കും നമ്മുടെ ശാരീരികപരമായിട്ടുള്ള ദോഷങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം, ഗണപതിക്ക് കർഗഹം മാല കൊടുക്കാം, ശിവക്ഷേത്രത്തിൽ രുദ്രാഭിഷേകം ചെയ്യാം, മൃത്യുഞ്ജയ ഹോമം ചെയ്യുക. അതൊക്കെ മാസത്തിലൊരു പ്രാവശ്യം മാത്രം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം നല്ലൊരു രീതിയിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കും.